ഡോക്ടർ, ഈ ഒരു ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതൊക്കെ ഡോക്ടറും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഈ അനുപമ ഇത് വന്ന് തുറന്നു പറഞ്ഞപ്പോഴാണ് ഈ നാർസിസിസ്റ്റിക് അബ്യൂസ് എന്നുള്ള വാക്ക് നമ്മൾ വലിയ തരത്തിൽ ടോക്സിസിറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒരു അവസ്ഥയെക്കുറിച്ച് കൂടി കൂടുതലായി ചിന്തിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എന്താണ് ശരിക്കും ഇങ്ങനെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ, അതെങ്ങനെയാണ് നമുക്ക് അവരിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ആക്ച്വലി നമ്മളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയുന്നത് നമുക്ക് 3 ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് സ്വതവേ സൈക്കോളജിസ്റ്റുകളൊക്കെ ഡിവൈഡ് ചെയ്ത് സംസാരിക്കുന്നത്. ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയില്. അപ്പൊ ക്ലസ്റ്റർ ബിയില് ഈ നാർസിസിസ്റ്റിക് ട്രേറ്റ്സും ബോർഡർ ലൈൻ ട്രേറ്റ്സും ആന്റി സോഷ്യൽ ട്രേറ്റ്സും ഇതൊക്കെ വരുന്നതാണ്. അപ്പോ ഒരാൾക്കൊരു ട്രേറ്റ്സ്, എല്ലാവർക്കും ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ഉണ്ടാവും. ഈ 3 കോമ്പിനേഷനിൽ ഏതെങ്കിലും കോമ്പിനേഷനിൽ നിന്ന് ഏതെങ്കിലും ട്രേറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ഡിസോർഡർ എന്നുള്ള ലെവലിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അനുപമയുടെ ഫീലിങ്സ് ഒക്കെ പറഞ്ഞു, അതെല്ലാം തന്നെ ഞാൻ വാലിഡേറ്റ് ചെയ്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ. പക്ഷെ എനിക്ക് ഒരിക്കലും കാണാത്ത ഒരാൾക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു ഡയഗ്നോസിസ് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞൊരു ഡയഗ്നോസിസ് കൊടുക്കാനായിട്ട് നമ്മൾ ആ ആളിനോട് വളരെയധികം ഡീപ്പായിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ആ ആളുടെ ഒരു ഫാമിലി റിലേറ്റീവ്സിനോട് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ആ ആളുടെ വർക്ക് സ്പേസ്, വർക്ക് കൾച്ചർ എന്നുള്ള രീതിയിൽ, പല രീതിയിൽ ഒരു ക്ലിനിഷ്യൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അനുപമ ഒരു ഡേറ്റ് ചെയ്തിരുന്നു, അവർ ഇത്ര വർഷം ഡേറ്റ് ചെയ്തിരുന്നു, ഇത്ര വർഷം ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാള് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് എഗ്രി ചെയ്യാം. അതായത് ഒരുപാട് സ്നേഹം കാണിക്കുന്നു, പിന്നീട് ഒരു ദിവസം സ്നേഹം ഇല്ലാതെ കാണിക്കുന്നു, ഗിൽട്ട് ട്രിപ്പ് ചെയ്യുന്നു, ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നു, കൺഫ്യൂസ്ഡ് ആക്കുന്നു. അതായത് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചില ദിവസങ്ങളിൽ സന്തോഷം, ചില ദിവസങ്ങളിൽ സങ്കടം, അങ്ങനെ ആയിരിക്കും സ്വതവേ എല്ലാ റിലേഷൻഷിപ്പും ആണെങ്കിലും ഇത് അതിന്റെ എക്സ്ട്രീം വശങ്ങളിലേക്ക് പോകും. അപ്പൊ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവും, എന്താണ് ഏതാണ്. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും അനുപമയ്ക്കുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും കാണാത്ത ഒരു വ്യക്തിയെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ എന്ന് പറയാൻ പറ്റില്ല.